നമസ്കാരം പ്രശംസൻ. നമസ്കാരം. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ വലിയൊരു സാമ്പത്തിക ശക്തിയായി ഉയർന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ എക്കാലത്തെയും വെച്ച് ഏറ്റവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. നമ്മളുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ ഒരുപക്ഷെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്താനും ഒരുപാട് വിദേശ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. പൊതുവിൽ ഈ സാഹചര്യങ്ങളെ എങ്ങനെ വിലയിരുത്തും? ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയും ഒരു ടീമുമായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം ഫ്രീ ട്രേഡ് എന്നതിനെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയാണെന്ന് അറിയാൻ സാധിക്കും. നമ്മളുമായിട്ട് ഈ പല കരാറുകളും ഒപ്പുവെക്കുന്നു. അല്ലെങ്കിൽ വളരെ കാലത്തിന് ശേഷമാണ് ന്യൂസിലൻഡിന്റെയൊക്കെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ നമ്മളിലേക്ക് വരുന്നത്, അല്ല നമ്മുടെ രാജ്യത്തേക്ക് ഇത്തരത്തിൽ വന്ന് സംസാരിക്കുന്നു. അപ്പം ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അമേരിക്കയുടെ പ്രസിഡന്റും അല്ലെങ്കിൽ റഷ്യയുടെ പരമാധികാരി ലോകത്തിന്റെ എല്ലാ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളെല്ലാം നമ്മളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും അവസാനം ചൈന ചർച്ച ചെയ്ത് ഓർമ്മയിട്ടില്ല, നമുക്ക് ഒന്നിച്ചു പോയാൽ മതിയല്ലോ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിനകത്ത് നരേന്ദ്രമോദി പറഞ്ഞു നമ്മൾ നല്ല സൗഹൃദത്തിലാണ് പോകുന്നത്. ഇപ്പൊ ആസിയാൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഖത്തർ, അതുപോലെ ഈ പറയുന്നത് പോലെ ഈ അറബി രാജ്യങ്ങൾ, അപ്പൊ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നമ്മളുമായിട്ട് ഫ്രീ ട്രേഡിങ്ങിനെ പറ്റി അല്ലെങ്കിൽ അത്തരത്തിൽ ട്രേഡിങ്ങിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കരാറുകൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പീയൂഷ് ഗോയൽ പറഞ്ഞു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഫ്രീ ട്രേഡിങ്ങിന്റെ കരാറിനകത്ത് US-ഉമായിട്ട് ഒപ്പുവെക്കും. നമ്മളുമായിട്ട് മാത്രമുള്ള കരാറിനകത്താണ് US ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം വെളിയിൽ പറയാതെ പോകുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം ഇന്നതാ തീരുമാനം എന്ന് പറഞ്ഞേക്കുന്നു. അപ്പം നമ്മൾ അതിനകത്ത് നമ്മളുടെ ഭാഗം നിന്ന് സംസാരിക്കുന്നു. ഇന്നതുപോലെ ആണെങ്കിലേ നമുക്ക് കരാർ ഒപ്പിടാൻ പറ്റത്തുള്ളൂ. അപ്പം ആ കരാർ അങ്ങനെ ഒപ്പിടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ ഇന്ന് അമേരിക്ക ഇല്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക നമ്മളുമായിട്ട് ഇപ്പോഴും തുലനം ചെയ്യുമ്പോൾ വലിയ വലിപ്പത്തിലുള്ള രാജ്യമാണ്. പക്ഷെ അമേരിക്കക്ക് ഇപ്പൊ അതിന് കഴിയുന്നില്ല. എന്തുകൊണ്ട്? നമ്മളുമായിട്ടുള്ള സൗഹൃദത്തിനപ്പുറം നമ്മളെ മാറ്റി നിർത്തി തീരുമാനമെടുക്കുന്നതിന് അമേരിക്കക്ക് പോലും ഇപ്പൊ ധൈര്യമില്ല. കാരണം അത്രയ്ക്ക് വലിയൊരു രാജ്യമായിട്ട് മാറി ഇന്ത്യ. കയറ്റുമതി ഇറക്കുമതി, അതുപോലെ ഇവിടുത്തെ പോപ്പുലേഷൻ എത്ര വലുതാണെന്ന് അറിയാം. ഇപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. കാരണം പല രാജ്യങ്ങളും ഇന്ത്യ ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഇത് പല പല ഘട്ടങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു ഘട്ടങ്ങളിൽ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിൽ, ചിലപ്പോൾ ചൈനയാണെങ്കിൽ പല രാജ്യങ്ങളിലേക്കും ഈ ലോകം ഒഴുകുന്നത് പോലെ ഇപ്പം ഇന്ത്യയിലേക്ക് ഒഴുകുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരൊക്കെ വരുന്നത് വെറും നിസ്സാരക്കാരായിട്ടുള്ള ആൾക്കാരും അറിവില്ലായ്മ കൊണ്ടും വരുന്നതൊന്നുമല്ല. ആരേലും പറഞ്ഞ് നരേന്ദ്രമോദിയുടെ സൗന്ദര്യം കണ്ടോ, നടപ്പ് കണ്ടോ, ചിരി കണ്ടോ, താടി കണ്ടോ, അല്ലെങ്കിൽ ആ കോട്ട് കണ്ടോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരുന്നതൊന്നുമല്ല. ഇപ്പൊ ആ ഇഷ്ടം കണ്ടു വരുന്നതൊന്നുമല്ല, പുള്ളിയുടെ സംസാരത്തിന്റെ വാചാലത കൊണ്ട് വരുന്നതല്ല. അവർക്കെല്ലാം ഇന്റലിജൻസ് റിപ്പോർട്ടും ലോകത്തെ ഉറ്റുനോക്കുന്നതിനുള്ള വലിയ രഹസ്യാന്വേഷണ സംവിധാനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നിന്ന് പഠിക്കുന്നത് എക്കണോമിക്കൽ ഗ്രോത്ത് ഏറ്റവും വലിപ്പത്തിൽ 2030, അതിന്റെ പല പഠനങ്ങളും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക. 2030 അതുപോലെ 2050 ആകുമ്പോഴത്തേന് ലോകത്തിന്റെ നെറുകയിലേക്ക് ഏറ്റവും സ്പീഡിൽ എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാവാൻ പോകുന്നതും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള വികസനങ്ങൾ ഉണ്ടാകാൻ പോകുന്നതുമായിട്ടുള്ള രാജ്യം ഇന്ത്യയാണെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതും അവർ പഠിച്ചിട്ടുണ്ട്. ഇനിയും ഇന്ത്യയിൽ ഭരണ മാറ്റം ഉണ്ടാകത്തില്ല. അതായത് സ്ഥിരതയുള്ള ഒരു ഭരണം. മനസ്സിലായോ? സ്ഥിരതയുള്ള ഒരു ഭരണം എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ള ഭരണത്തിനകത്തെ ഈ വലിയ വ്യവസായികള് ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറാവത്തുള്ളൂ. കാരണം ഇപ്പം നരേന്ദ്രമോദി മാറിക്കഴിയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കകത്തും പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾക്കകത്ത് മാറ്റം വരുത്താൻ പറ്റത്തില്ലെങ്കിൽ, അതൊക്കെ മാറ്റം വരുത്തിയില്ലെങ്കിലും ഇതിനൊക്കെ വേറൊരാൾ വരുമ്പോൾ നയത്തിനകത്ത് വ്യത്യാസം വരുത്താം, അല്ലെങ്കിൽ അതിനകത്ത് മന്ദഗതിയിലാക്കാം. അപ്പം സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റ് തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ഉണ്ടാവും എന്ന് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലെങ്കിൽ അവർക്ക് അതിനകത്തു നിന്നും അവരുടെ പഠനത്തിൽ നിന്നും ഒക്കെ അടുത്ത കാലങ്ങളിൽ ഇവിടെ ആരും അധികാരത്തിൽ വരുന്നതൊക്കെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ കൂടെ അറിയാൻ പറ്റുന്ന വലിയ രഹസ്യാന്വേഷണ സംവിധാനമുള്ള അമേരിക്കയും റഷ്യയും അല്ലെങ്കിൽ ലോകത്തെ ഒട്ടുമുക്കാലും രാജ്യങ്ങളും ഒക്കെ. അപ്പൊ അതിനെയൊക്കെ മറികടന്ന് നമ്മുടെ രാജ്യം ഇപ്പൊ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ഈ മാതിരിയുള്ള സംവിധാനങ്ങൾ അറിയുന്നതിന് വേണ്ടി അവർക്ക് സാധിക്കും. അപ്പൊ ആ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. ഇപ്പം രശ്മി ഒരു കക്ഷിയാണ്. അപ്പൊ രശ്മി വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ ലക്ഷ്മിയായിട്ട് വന്നൊരു കാര്യമൊക്കെ സംസാരിച്ച് ഇപ്പൊ ലക്ഷ്മിക്കും അറിയത്തില്ല ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഞാനത് മനസ്സിലാക്കി ലക്ഷ്മിയായിട്ട് കൂട്ടൊക്കെ കൂടി ഒരു ബിസിനസ്സും ഒക്കെ ഉണ്ടാക്കി മുമ്പോട്ട് പോയാൽ ലക്ഷ്മി അങ്ങ് വലുതായി കഴിയുമ്പോൾ ദീർഘകാല ബിസിനസ് ആണെങ്കിൽ നമ്മളെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്ത്യ ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ ഇന്ത്യയുമായിട്ട് കൂട്ടുപിടിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ കരാറുകൾ ഉണ്ടാക്കി, ഇതുപോലെ ഫ്രീ ട്രേഡിംഗ് സംവിധാനങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ പല പല വികസന
കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് കൂടിച്ചേർന്ന് പോയാൽ മാത്രമേ നാളെ കാലത്ത് വലിയൊരു വികസനത്തിലേക്ക് ഇന്ത്യ പോകുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ ശകലം മസിൽ പിടിക്കുമല്ലോ. അപ്പൊ ഈ നമുക്ക് ഇനിയിപ്പോ ഇയാളെ കൂട്ടേണ്ട കാര്യം നമുക്കില്ല, പിന്നെ കൂട്ടാം, നമ്മുടെ അടുത്ത് നമ്മൾ പറയുന്നത് പോലൊക്കെ നിൽക്കണം. അപ്പൊ ഇപ്പം വന്നു ചേരുന്നതിനെക്കാട്ടിൽ അന്നൊരു രാജ്യത്തിന് ഇന്ത്യയുമായിട്ടൊരു കരാർ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ വില നൽകേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴേ കരാറുണ്ടാക്കി, ദീർഘകാലാടിസ്ഥാനത്തിൽ കരാറുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നുപോയാൽ ആ രാജ്യത്തിന്റെ എക്കണോമിക്കൽ ഗ്രോത്തിന്, അല്ലെങ്കിൽ കയറ്റി ഇറക്ക് സംവിധാനത്തിന്, അല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങൾ നമ്മുടെ ഇവിടെ വിറ്റഴിക്കുന്നതിന് വേണ്ടി അപ്പൊ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അറിഞ്ഞു വരുന്ന പറഞ്ഞപ്പോ സ്റ്റാർലിങ്ക് ഒരു വലിയ വിഷയമാണല്ലോ, പ്രതിപക്ഷവും മറ്റൊരു അതിന്റെ നമ്മൾ സംസാരിച്ചത് അതിന്റെ ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള അവരുടെ കൺട്രോളിങ്ങിന്റെ വിഷയം. അപ്പൊ അതും നമുക്കറിയാൻ സാധിക്കും, ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല. അതിനകത്ത് നമ്മൾ പറയുന്നത് പോലെ നിൽക്കാമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിന്റെ കൺട്രോളിങ് സിസ്റ്റം ഇന്ത്യക്ക് അകത്ത് കൊണ്ടുവച്ച് ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായതുപോലെ അല്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾക്ക് കൂടെ ഫേവർ ആവുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അത് മതി എന്നുള്ളതാണ്. അതായത് നമുക്ക് നമ്മുടെ ഭാഗം നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഭാഗം നിന്ന് മാത്രമേ സംസാരിക്കൂ. അതിന് ഉദാഹരണം കഴിഞ്ഞ ദിവസം ഈ തുളസി എന്ന് പറയുന്ന അവിടുത്തെ ഇന്റലിജൻസ് മേധാവി വന്നല്ലോ, അറിയാമോ, അമേരിക്കയില് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് സംസാരിച്ചതിന് ശേഷം അവർ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ട്രേഡിങ്ങിന്റെ കാര്യം ചോദിച്ചപ്പോൾ അവരവരുടെ അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ രണ്ട് രാജ്യത്തലവന്മാരെ പറ്റി ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടുപേര് അവനവന്റെ രാജ്യത്തിന് വേണ്ടി വാശി പിടിക്കുന്നവർ. അപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ ദേശീയതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നതാണ്. മോദിയെ പറ്റി പഠിക്കുമ്പോൾ ഫസ്റ്റ് മോദിക്ക് ഇന്ത്യ മഹാരാജ, അതിന് ശേഷമേ, അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് ശേഷമേ ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇവര് തമ്മിൽ ഒരു ബിസിനസിനെ പറ്റി സംസാരിക്കുമ്പോൾ അവരവരുടെ കാര്യത്തിന് അത് വാശി പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് അതിനകത്ത് ചർച്ച ചെയ്ത് അതിന്റെ ഒരു തീരുമാനം എടുക്കുന്നതിന് താമസം വരും. മാത്രവുമല്ല, ഇവർക്ക് അങ്ങനെ ചർച്ച ചെയ്ത ഒരു തീരുമാനമാകാതെ പോകുന്നതിന് വേണ്ടിയുള്ള ഒരു അവസ്ഥയിലാണ് അവർ തമ്മിലുള്ള സൗഹൃദം അത്രയ്ക്ക് വലിപ്പത്തിലുള്ള. അപ്പൊ അവർക്ക് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുകയും വേണം. അവരുടെ താല്പര്യത്തിനപ്പുറം രാജ്യസ്നേഹികളായതുകൊണ്ട് അവനവന്റെ രാജ്യത്തിന്റെ താല്പര്യം കൂടി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് അതിനകത്ത് സംഭവിക്കുന്നത്, അല്ലാതെ വേറെ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുമ്പോൾ നമ്മളുടെ രാജ്യത്തിലേക്ക് ആൾക്കാർ വരുന്നതിന് കാരണമായിട്ടുള്ള ഒരു വികസന രീതിയുമായിട്ട് 2014 ശേഷം വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ഇന്ത്യയിൽ ഉണ്ടായത് കൊണ്ടാണ്. അല്ലാതെ അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ഇന്ത്യ ആരും പരിഗണിച്ചിരുന്നൊന്നുമില്ല, ഇന്ത്യ വേണമെന്ന് പറഞ്ഞിരുന്നില്ല, ഇന്ത്യയിലേക്ക് ആരും വരാൻ ശ്രമിച്ചിരുന്നില്ല. ഇപ്പം ഇന്ത്യയിലേക്ക് ആൾക്കാർ ലോകം ഒഴുകി വരുന്നതിന് കാരണം ഒരുപക്ഷെ ഇന്ത്യയുടെ ഭരണമാണ്. അതിന് ഒരുപക്ഷെ ഈ സ്ഥിരതയുള്ള ഭരണത്തിന് കാരണം ഒരുപക്ഷെ RSS ആണ്. ഈ ലോകത്തെ ഇന്ത്യയിലേക്ക് ഒഴുക്കുന്നതിന് കാരണമായിട്ട് വരുന്ന സ്ഥിരതയുള്ള ഭരണത്തിന് കാരണമായിട്ടുള്ളത് ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന, ആ ഭരണത്തെ നിയന്ത്രിക്കുന്ന ഒരു RSS സംവിധാനം തന്നെയാണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പൊ ഈ ലോകം ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് കാരണം നമ്മുടെ വികസനമാണ്. അപ്പൊ നാളെ ഈ വരുന്ന നാളുകളിൽ ഇന്ത്യയുടെ വികസനം ലോകത്ത് മറ്റുള്ള രാജ്യങ്ങൾക്കപ്പുറം ഏറ്റവും കൂടുതൽ വികസനത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതാണ്ട് 2050 ആകുമ്പോഴത്തേന് 1-ാം സ്ഥാനത്തല്ലെങ്കിലും 2-ാം സ്ഥാനത്ത് വരെ എത്തിച്ചേരുമെന്നാണ് ഇപ്പൊ ലോകത്തിന്റെ ഒരു കണക്കുകൂട്ടൽ. എല്ലാ രീതിയിലുള്ള വികസനം, അതുപോലെ ഈ പെട്രോളിയം പ്രോഡക്റ്റ് ഒക്കെ നാളെ കാലത്ത് ഒരുപക്ഷെ ഇന്ത്യക്ക് ആവശ്യമുള്ളത് ഇന്ത്യയിൽ തന്നെ ഇപ്പൊ നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ. ഇപ്പൊ ഈ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പൊ അത് വളരെ കൂടുതൽ ഇപ്പൊ കൊല്ലത്ത് തന്നെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അവിടെ സമരം തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും കൊടിയും വെച്ചിട്ട് ബോട്ടലങ്ങ് ചാടിയിട്ടുണ്ട്. കാരണം അതിന് വേറെ കാര്യങ്ങളുണ്ട്. അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് ആവശ്യമായ ഇന്ധനം, അത് സോളാറിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ മറ്റ് വേറെ ചില ഇന്ധനങ്ങളുടെ പ്രകൃതി സമ്പത്തുകളുടെ രൂപത്തിലൊക്കെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുന്ന പറഞ്ഞു. ഒരുപക്ഷെ അറബി പോലും, ചിരിക്കാൻ പറഞ്ഞതല്ല, അത് ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞു, ഒരു 20 കൊല്ലത്തിനപ്പുറം അറബികൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യേണ്ടതായിട്ട് അവസ്ഥ വരും. പണ്ട് അറബികൾ ഇതുപോലെ വന്നിട്ടുണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അറബികൾ ഈ പെട്രോളിയം പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവർ ഈ കരകൗശല വസ്തുക്കളും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അവർക്ക് ദാരിദ്ര്യമായിരുന്നില്ല. പിന്നെ ഈ പെട്രോളിയത്തിന്റെ ഒരു ഇതിലാണ് അവർ സമ്പന്നമായത്. തിരിഞ്ഞു വരുമെന്നാ പറഞ്ഞത്, കാലചക്രം എന്തായാലും നോക്കിക്കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.